സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് മുണ്ടക്കൈയിൽ ഉണ്ടായത്. തങ്ങളാൽ കഴിയാവുന്ന സഹായങ്ങളാണ് അവിടേക്ക് മനുഷ്യരെത്തിക്കുന്നത്. കനത്ത മഴയെയും വകവെക്കാതെ സേവനം നൽകിയിരിക്കുകയാണ് BSNL KCB ജീവനക്കാർ. ഉരുൾപൊട്ടലുണ്ടായ വിവരം അറിഞ്ഞ ഉടനെ ഇടപെട്ട മാതൃകാപരമായ നടപടികൾ പ്രദേശത്തെ മൊബൈൽ സേവന ദാതാക്കളായ പൊതുമേഖലാ കമ്പനി BSNL സ്വീകരിച്ചു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വൻ സജ്ജീകരണങ്ങളാണ് BSNL ജീവനക്കാരുടെ നേതൃത്വത്തിൽ മണിക്കൂറുകൾക്കകം ചൂരൽമലയിലും മേപ്പാടിയിലും നടത്തിയത്. ചൂരൽമലയിലെ ടവറിന് അടിയന്തരമായി ജനറേറ്റർ വൈദ്യുതി സൗകര്യം ഒരുക്കിയതും മുടക്കം കൂടാതെ മൊബൈൽ സിഗ്നലുകൾ ലഭ്യമാക്കിയും യുദ്ധകാലാടിസ്ഥാനത്തിൽ ചൂരൽമലയിലും മേപ്പാടിയിലും 4G സേവനം ലഭ്യമാക്കിയതും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ അതിവേഗ ഇന്റർനെറ്റും ടോൾ ഫ്രീ നമ്പറുകളും ഒരുക്കിയതും ഇതിൽപ്പെടും. ഇതിന്റെ വിശദവിവരങ്ങൾ BSNL കേരള സർക്കിൾ സമൂഹ മാധ്യമങ്ങളിലും പങ്കുവച്ചിട്ടുണ്ട്. BSNLന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഏതൊരു മഹാരക്ഷാ പ്രവർത്തനത്തിന്റെയും മുഖ്യധാരയിൽ നിൽക്കുന്ന ഒന്നാണ് വാർത്താവിനിമയം. ചൂരൽമലയിൽ ആകെയുള്ള മൊബൈൽ ടവർ BSNLന്റേതാണ്. ദുരന്തം നടന്നതറിഞ്ഞ ഉടൻ അവിടെ എത്തിയ BSNL ജീവനക്കാർ വൈദ്യുതി ഇല്ലാത്തത് കാരണം ആദ്യ പടിയായി തന്നെ ജനറേറ്ററിന് ആവശ്യമായ ഡീസൽ അറേഞ്ച് ചെയ്തു. കൂടുതൽ കോളുകൾ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ കപ്പാസിറ്റി കൂട്ടൽ അടുത്ത പടിയായി ആ ദിവസം തന്നെ ചെയ്തു തീർക്കാനും കഴിഞ്ഞു. ചൂരൽമല, മേപ്പാടി മൊബൈൽ ടവറുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ 4Gയിലേക്ക് മാറ്റുവാനും BSNLന് സാധിച്ചു. സാധാരണ 4G സ്പെക്ട്രത്തിനൊപ്പം കൂടുതൽ ദൂരപരിധിയിൽ സേവനം ലഭ്യമാക്കാൻ 700 MHz ഫ്രീക്വൻസി തരംഗങ്ങൾ കൂടെ അവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ദുരന്തമുണ്ടായ സമയം മുതൽ ഇതുവരെയും പേമാരിയും ഉരുൾപൊട്ടലും വൈദ്യുതി തടസ്സങ്ങളും അടക്കമുള്ള പ്രതിസന്ധികൾ നേരിട്ടും ദുരിതബാധിത പ്രദേശങ്ങളിൽ നിസ്സീമമായ മൊബൈൽ സേവനം നൽകാൻ BSNLന് സാധിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നവർക്ക് മൊബൈൽ സേവനവും അതിവേഗ ഇന്റർനെറ്റിനുമൊപ്പം ആരോഗ്യവകുപ്പിന് വേണ്ടി പ്രത്യേക ടോൾ ഫ്രീ നമ്പറുകളും ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി അതിവേഗ ഇന്റർനെറ്റ് കണക്ഷനുകളും ഇതിനകം പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. അതിജീവനത്തിന്റെ പാതയിൽ ഓരോ മനുഷ്യനുമൊപ്പം BSNL ഉണ്ടാകും. നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. അതേസമയം കഴിഞ്ഞ ദിവസം ചൂരൽമല ടൗൺ വരെ വൈദ്യുതി പുനഃസ്ഥാപിച്ചതിന് പിന്നാലെ ഏറെ ശ്രമങ്ങൾക്കൊടുവിൽ വയനാട് ഉരുൾപൊട്ടലിൽ നാശം വിതച്ച അട്ടൽമലയിലും വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടുണ്ട് KSEB. തകർന്നുപോയ പോസ്റ്റുകൾ മാറ്റിയും ചരിഞ്ഞുപോയവ നിവർത്തിയും 11 kV വൈദ്യുതി ശൃംഖല പുനർനിർമ്മിച്ചുമാണ് അട്ടൽമലയിലെ 3 ട്രാൻസ്ഫോമറുകളിലേക്ക് വൈദ്യുതി എത്തിച്ചതെന്ന് KSEB സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. ഇതോടെ 400ഓളം വീടുകളിലേക്ക് വൈദ്യുതി എത്തി. ചൂരൽമലയിൽ നിന്നും താൽക്കാലിക പാലത്തിലൂടെ ഏറെ ശ്രമകരമായി ജീവനക്കാരെയും ഉപകരണങ്ങളെയും അട്ടൽമലയിൽ എത്തിച്ചായിരുന്നു പ്രവർത്തികൾ പൂർത്തിയാക്കിയത്. KSEB മേപ്പാടി സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ 2 ടീമുകളായി തിരിഞ്ഞായിരുന്നു ഇവരുടെ പ്രവർത്തനം. ചൂരൽമല ടൗണിലെ പ്രകാശ സംവിധാനവും സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. വയനാട് മുണ്ടക്കൈയിലെ ദുരന്ത ഭൂമിയിലെ അതിജീവിതർക്ക് സഹായഹസ്തവുമായി എയർടെലും എത്തിയിരുന്നു. പ്രദേശത്തെ പ്രീപെയ്ഡ് പോസ്റ്റ്പെയ്ഡ് ഉപയോക്താക്കൾക്ക് അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യവും നിശ്ചിത GB ഡേറ്റയുമാണ് എയർടെൽ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. കൂടാതെ എല്ലാ പോസ്റ്റ്പെയ്ഡ് ഉപഭോക്താക്കൾക്കും ബിൽ പേയ്മെന്റ് തീയതി 30 ദിവസത്തേക്ക് നീട്ടിയിട്ടുമുണ്ട്. ഭാരതി എയർടെലിന്റെ ഔദ്യോഗിക X പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇക്കാര്യം പങ്കുവച്ചത്. കാലാവധി കഴിഞ്ഞതോ റീചാർജ് ചെയ്യാൻ കഴിയാത്തതോ ആയ പ്രീപെയ്ഡ് ഉപഭോക്താക്കൾക്ക് പ്രതിദിനം 1 GB സൗജന്യ മൊബൈൽ ഡേറ്റയും അൺലിമിറ്റഡ് കോളിംഗും പ്രതിദിനം 100 SMS എയർടെൽ നൽകും. ഇത് 3 ദിവസത്തേക്ക് മാത്രമുള്ളതായിരിക്കുമെന്നും എയർടെൽ അറിയിച്ചിരുന്നു. പോസ്റ്റ്പെയ്ഡ് ഉപഭോക്താക്കൾക്ക് ബിൽ പേയ്മെന്റ് തീയതി 30 ദിവസത്തേക്ക് നീട്ടിയിരിക്കുന്നതായും എയർടെൽ അറിയിച്ചു. ഒപ്പം കേരളത്തിലെ 52 എയർടെൽ റീറ്റെയിൽ സ്റ്റോറുകളും ദുരിതാശ്വാസ ശേഖരണ കേന്ദ്രങ്ങളാക്കി മാറ്റും. ആളുകൾ എത്തിക്കുന്ന ദുരിതാശ്വാസ സാമഗ്രികൾ വയനാട്ടിലെ പ്രാദേശിക ഭരണകൂടത്തിന് കൈമാറുമെന്നുമാണ് കമ്പനി അറിയിച്ചത്. എന്നാൽ ദുരിതബാധിത പ്രദേശങ്ങളിൽ എയർടെല്ലിന് റേഞ്ച് ഇല്ല എന്നും അതുകൊണ്ട് തന്നെ എയർടെൽ നൽകിയ ഈ ഓഫർ കൊണ്ട് കാര്യമില്ല എന്നുമാണ് വിമർശനങ്ങൾ ഉയരുന്നത്.